മറ്റൊരു പ്രധാന റിപ്പോർട്ട്, സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ട് തിരുത്തിയെന്ന വിവാദ പ്രസംഗത്തിൽ മുതിർന്ന CPM നേതാവ് ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി അമ്പലപ്പുഴ തഹസീൽദാർ. പുന്നപ്പുഴയിലെ വസതിയിലെത്തിയാണ് മൊഴിയെടുത്തത്. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് തന്നെ ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് അമ്പലപ്പുഴ തഹസീൽദാർ വ്യക്തമാക്കി. റിപ്പോർട്ട് കൊടുക്കുന്നത് ഇപ്പം കളക്ടറെ കൊടുക്കും, ജില്ലാ കളക്ടർ ഇന്നലെ കൊടുക്കുന്നത്. ഇപ്പം തന്നെ കൊടുക്കും, പൂർണ്ണമായും മൊഴിയെടുത്തതിന് ശേഷം ജില്ലാ കളക്ടർ തീരുമാനിക്കും ബാക്കി എന്ത് ചെയ്യണം. അതെ 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 ഇല്ല, വന്നിട്ടില്ല. ജില്ലാ കളക്ടർ തീരുമാനിക്കുന്നതാണ്, തീരുമാനിക്കും. പ്രസംഗത്തിനിടയിലെ പ്രസ്താവനയെക്കുറിച്ച്, പരാമർശത്തെക്കുറിച്ചാണ് ചോദിച്ചതെന്നും നിയമ നടപടികളെ ഭയക്കുന്നില്ല എന്നും ജി സുധാകരൻ പ്രതികരിച്ചു. ഞാനിപ്പം കളക്ടർ പറഞ്ഞിട്ടൊരു എന്നെ കണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയല്ലോ അവർ. അപ്പോൾ അവരതിൻ്റെ ആവശ്യമായ തീരുമാനം എടുക്കട്ടെ. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. എനിക്ക് പ്രത്യേക പ്രശ്നമൊന്നുമില്ല. എന്തിനു ഭയക്കണം? അതിനെന്തിനാ എന്തിനാ ഭയക്കുന്നത്? ഞാൻ കൊലക്കുറ്റമൊന്നും ചെയ്തില്ല, പിന്നെ എന്തിനാ ഭയക്കുന്നത്? ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ ഗൗരവതരമെന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM തപാൽ വോട്ടിൽ തിരിമറി നടത്തിയിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആരോപിച്ചു. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഇതിൽ വേഗത്തിൽ നടപടിയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങേയറ്റം ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണുകയാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂചിപ്പിക്കുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നു. അപ്പോൾ കേസെടുക്കുക, അതിന് നടപടിയിലേക്ക് പോവുക, ഇതൊക്കെയാണ് അതിൻ്റെ തുടർ നീക്കങ്ങൾ. ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജി സുധാകരന്റെ മറുപടി എന്തായിരുന്നു മനീഷ് മഹിപാൽ? വിജയകുമാർ താൻ നടത്തിയ വെളിപ്പെടുത്തൽ അത് വാസ്തവമാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യം, അതായത് ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അത് സംബന്ധിച്ച് ഒരു കാര്യവും വ്യക്തമാക്കാൻ തയ്യാറായില്ല. നിലവിൽ അത് ഇങ്ങനെ ഒരു മൊഴിയെടുത്ത സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രസ്താവന താൻ നിലവിൽ നടത്തുന്നില്ല എന്നൊരു മറുപടിയായിരുന്നു ജി സുധാകരൻ നൽകിയത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് പാർട്ടി നേതൃത്വം ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ജി സുധാകരന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് 1989 CPM ആലപ്പുഴ ഓഫീസിൽ വെച്ച് തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ച രഹസ്യ ബാലറ്റ് അത് പൊട്ടിച്ച് തിരുത്തി താൻ അങ്ങനെ അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത് നേതാക്കൾ കൂടി ഉണ്ടായിരുന്നു. വലിയ ഗൗരവതരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ കേസുമായി മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഉടൻ തന്നെ തയ്യാറാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ പ്രാഥമിക നടപടി എന്ന രീതിയിലാണ് അമ്പലപ്പുഴ തഹസിൽദാർ കെ അൻവർ പുന്നപ്രയിലെ ജി സുധാകരന്റെ വസതിയിലെത്തി 20 മിനിറ്റോളം അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അത് ജില്ലാ കളക്ടർക്ക് ഉടൻ കൈമാറും. ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം തുടരന്വേഷണ ഭാഗമായ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് മുഖ്യ കമ്മീഷണർക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറും. ഈ വിഷയത്തിൽ 1936 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം കൂടി വേണം. അത് ഭാരിച്ച ഒരു ചുമതലയാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഭാഗമായി മറ്റ് ജില്ലാ നേതാക്കളുടെ കൂടി മൊഴി എടുക്കാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. നിലവിൽ ജി സുധാകരൻ ഈ മൊഴിയെടുത്ത ശേഷം മണിക്കൂറുകൾക്ക് ശേഷം ചേർത്തല കടക്കരപ്പള്ളിയിലെ CPIയുടെ ലോക്കൽ സമ്മേളനത്തിന്റെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒട്ടും ഭയക്കുന്നില്ല, താൻ ഒരു കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇതിനു മുൻപും താൻ നടത്തിയ പ്രസംഗത്തിൽ എതിരെ പോലീസ് തനിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലടക്കം ഇത്തരത്തിലൊരു വിഷയത്തിൽ താൻ ഭയക്കുന്നില്ല എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിലും അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാനും അദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ കളക്ടർ ഓഫീസിലേക്ക് വിളിച്ചു വരുത്താനുള്ള സാധ്യത കൂടിയുണ്ട്. വിജയകുമാർ, ഇപ്പോൾ അദ്ദേഹം കടക്കരപ്പള്ളിയിലെ CPI ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. അതിലെ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായ കുടുംബ സംഗമത്തിലാണ് ജി സുധാകരൻ ഇപ്പോൾ പങ്കെടുക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹമാണ്. ഈ വിവാദ പ്രസംഗം, അതിന് പിന്നാലെ ഉണ്ടായ നടപടികൾ, ഇപ്പോൾ മൊഴിയെടുക്കൽ, കേസെടുക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമൊക്കെ വന്നതിന് ശേഷമാണ് ജി സുധാകരൻ ഇപ്പോൾ CPI ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായ കുടുംബ സംഗമത്തിലെത്തിയത്. എന്താണ് NGO യൂണിയൻ വേദിയിൽ ഇന്നലെ ജി സുധാകരൻ പറഞ്ഞത്? ആ വിവാദ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം ഒന്ന് കാണാം. ഒരുപാട് പോസ്റ്റർമാരുടെ സാധനം അപ്പോൾ എല്ലാം ദേശീയാസത്തിൽ ഞങ്ങൾ ഒട്ടിക്കാനൊന്നും പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്, മനസ്സിലായോ? അതൊക്കെ തെറ്റായ കാര്യം. NGO യൂണിയനിൽ പെട്ടവരെല്ലാം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഭരണഘടനയിൽ പറയുന്നത് രാഷ്ട്രീയമില്ല നിങ്ങളുടെ സംഘടനയിൽ, ഏത് പാർട്ടിയിൽപ്പെട്ടവർക്കും ചേരാം. പക്ഷെ ഒട്ടിച്ച് തന്നാൽ ആരും അറിയില്ല. എന്ത് കാര്യം എൻ്റെ പാർട്ടിയിൽ ഞങ്ങൾ ഒട്ടിക്കും, ഒട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി എൻ്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. തിരുത്തി ഞാൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി അതേ ക്ലാസ്സില്ല, ഞാനാ സെക്രട്ടറി. അപ്പോൾ ഞങ്ങളിട്ടു.
36 വർഷം മുമ്പ് നടന്ന സംഭവമാണ്, പൊട്ടിച്ച് വെരിഫൈ ചെയ്ത് തിരുത്തി എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇനിയിപ്പോൾ ഇത്രയും വ്യക്തമായി പറഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവ് പറഞ്ഞത് തിരുത്തുകയോ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് എന്നും CPM നേതാവ് ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ അത്യന്തം ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വ്യക്തമാക്കുകയും ചെയ്തു. 1989 ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് തപാൽ വോട്ടിൽ കൃത്രിമത്വം കാണിച്ചുവെന്ന് സുധാകരൻ തന്നെ വെളിപ്പെടുത്തിയത്. അതിൻ്റെ പശ്ചാത്തലമൊക്കെ ആ പ്രസംഗത്തിലുണ്ട്. NGO യൂണിയൻ്റെ വേദിയിലായിരുന്നു അദ്ദേഹം ആ പരാമർശം നടത്തിയത്. ഈ NGO യൂണിയന് രാഷ്ട്രീയമില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ പ്രസംഗമാണ്. അതാണ് ഈ വിവാദത്തിലേക്ക് എത്തിയത്. തപാൽ വോട്ടിൽ കൃത്രിമത്വം വരുത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചു. അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു കുറ്റം. അതിൽ FIR ഇട്ട് കേസെടുക്കാനും വിശദമായ അന്വേഷണം നടത്താനും ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻയു ഖേൽക്കർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി അത് സംബന്ധിച്ച തീരുമാനം, ഒരു വാർത്താക്കുറിപ്പ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വരികയും ചെയ്തു. ഏതൊക്കെ തരത്തിൽ ജി സുധാകരന്റെ ഈ പ്രസ്താവന അദ്ദേഹത്തിന് തലവേദനയാകും എന്ന് നമുക്ക് പരിശോധിക്കാം. തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തൽ വരുത്തി എന്നത് 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ, കൃത്യമായി പറഞ്ഞാൽ 136, 128 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം ഗുരുതരമായ പിഴവാണ്. അപ്പോൾ ആ വകുപ്പുകളാണ് ഇവിടെ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമ്പോൾ നിലനിൽക്കാൻ പോകുന്നത്. ഒപ്പം 1961 തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളും ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകളും അനുസരിച്ച് ഗുരുതരമായ നിയമലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്ന വകുപ്പടക്കം ഇവിടെ നിലനിൽക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നു. പക്ഷേ ഇക്കാര്യം തെളിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തരത്തിൽ നടപടിയെടുക്കാൻ കഴിയൂ. നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 3 പതിറ്റാണ്ട് മുമ്പുള്ള കഥയാണ്. അപ്പോൾ അതിനെ എങ്ങനെ തെളിയും, അതിന് സാക്ഷികളുണ്ടോ, മറ്റ് തെളിവുകളുണ്ടോ എന്നതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. വാക്കാൽ പറയുന്നതിനെ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തപാൽ വോട്ടിൽ ക്രമക്കേട് നടന്നു തെളിയണം. എന്നാൽ മാത്രമേ തുടർ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകൂ. അതെങ്ങനെ തെളിയും, എങ്ങനെ തെളിയിക്കാൻ കഴിയുമെന്നതൊക്കെ അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന അന്വേഷണത്തെ കൂടി ആശ്രയിച്ചിരിക്കും.